ഇസ്ലാമിയുമായുള്ള ബന്ധം UDF-ന്റേത് പൂർണ്ണ അവസരവാദ നിലപാടെന്ന് തെളിയിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുമുന്നണി ആരെതിർത്താലും അവരെ ഒപ്പം കൂട്ടാമെന്ന നിലപാടാണ് UDF-ന്. മാധ്യമം പത്രത്തിന്റെയോ അവരുടെ ചാനലിന്റെയോ ഉദ്ഘാടനത്തിന് പാണക്കാട് തങ്ങൾ പോയില്ല എന്നത് മുസ്ലിം ലീഗ് ഓർക്കണം. ഇപ്പോൾ എന്ത് മാറ്റമാണ് ജമാഅത്തേക്ക് ഉണ്ടായതെന്ന് ലീഗ് വ്യക്തമാക്കണം. M. സ്വരാജ് ഏത് സ്ഥാനവും വഹിക്കാൻ യോഗ്യനാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. PV അൻവറിനെ വഞ്ചകനെന്ന് ഇന്ന് മുഖ്യമന്ത്രി വീണ്ടും വിളിച്ചു. LDF എതിർക്കാൻ തയ്യാറാകുന്ന ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാ സഹായം തേടാം. ഇത്തരമൊരു പൂർണ്ണ അവസരവാദ നിലപാട് അത് നമ്മുടെ നാടിനെ എങ്ങനെ ബാധിക്കും, നമ്മുടെ സമൂഹത്തെ എങ്ങനെ ബാധിക്കും, ഭാവിയിൽ അതുണ്ടാക്കാൻ പോകുന്ന ആപത്തുകൾ എന്താണ്? ഇത്തരം ശക്തികളോട് അയവേറിയ സമീപനം സ്വീകരിക്കുന്നത് നാടിന് ഗുണകരമാണോ, സമൂഹത്തിന് ഗുണകരമാണോ? തങ്ങൾക്ക് തൽക്കാലം ലാഭം ഉണ്ടാക്കുക, അതുമാത്രം മതിയോ? CPM പച്ചയ്ക്ക് വർഗീയത പറയുകയാണെന്നും ഓരോ വീട്ടിലെയും മതം നോക്കി വർഗീയത പറയുന്നുവെന്നും VD സതീശൻ. മുഖ്യമന്ത്രിയെ പോലെ വാക്കുമാറ്റി പറയുന്ന മറ്റൊരാളില്ല. UDF തീരുമാനങ്ങൾ ഒറ്റക്കെട്ടായി എടുക്കുന്നതാണ്. മുഖ്യമന്ത്രി അതിൽ തോണ്ടാൻ വരേണ്ടെന്നും സതീശൻ പറഞ്ഞു. പച്ചയ്ക്ക് വർഗീയത പറയാണ് CPM. പച്ചയ്ക്ക് വർഗീയത. CPM കേഡറുകളോട് സ്ക്വാഡുകളോട് പറഞ്ഞിരിക്കുന്നത് വീടുകളിൽ പോയി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാനാണ്. ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ പണ്ട് കാലടി ഗോപിയുടെ കഥാപാത്രം പോലെ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ ആ വീട്ടിലെ ഏത് മതമാണ് എന്ന് കണ്ടിട്ട് അതനുസരിച്ച് അഭിപ്രായം പറയുന്ന രീതിയിലേക്ക് CPM ഒരു കാലത്ത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അധപ്പതിക്കാത്ത തരത്തിൽ പച്ചയ്ക്ക് വർഗീയത പറയും. എല്ലാ വീട്ടിലും